പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിന്റെ അവസാനത്തെ ഒടുവിലത്തെ ബുധനാഴ്ച പകലിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഒരുപാട് നഹ്സുകൾ ഇറങ്ങുന്ന ദിവസമാണെന്നാണ് മഹാന്മാർ ഇന്നത്തെ ദിവസത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചെയ്തിരിക്കേണ്ട, നമ്മൾ പറഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓതിയിരിക്കേണ്ട കാവലിന്റെ 5 മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. ഇന്നലെ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. കൂട്ടത്തിൽ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആദ്യ വസന്തമാകുന്ന റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. 5 കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവരുതേ. ഈ 5 കാര്യങ്ങൾ ചെയ്താലാണ് റബീഉൽ അവ്വൽ മാസം നമുക്ക് അനുകൂലമാവുക. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ വരവേൽക്കണം? നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ റബീഉൽ അവ്വൽ 1-ാം രാവ് നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, ചെയ്തിരിക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു തആല ഈ സഫർ മാസത്തെ ഖബൂൽ ചെയ്യട്ടെ. വരുന്ന റബീഉൽ അവ്വൽ മാസത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് പറയുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു. എല്ലാ സൽക്കർമ്മങ്ങളും അതിന് ഒരുപാട് പോരായ്മകൾ, കുറവുകൾ, കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ച് റബ്ബ് തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാനും നിങ്ങളൊക്കെ എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്. എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ മരിക്കും ഒന്നും അറിയില്ല. മരിക്കുന്നത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അല്ലാഹുവേ, ഈമാനുള്ള മരണം, ഇഖ്ലാസുള്ള മരണം, തഖ്വയുള്ള മരണം, കലിമ പറഞ്ഞുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നസീബാക്കണേ റഹ്മാനേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ സഫർ മാസം, സഫർ മാസത്തിന്റെ 28ാമത്തെ ദിവസമാണ്. സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് ഇന്നത്തെ പകൽ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സഫർ മാസവുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ച നടത്തിയിരുന്നു. സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ച എന്താണ് അന്ന് സംഭവിക്കുക, അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ക്ലാസ് മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാകും. ഇനി അഥവാ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണ്. മഹാന്മാര് പറയുന്നു, 3,24,000 ആപത്തുകൾ ഈ ലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കുമെന്നാണ്. എന്ന് വെച്ചാൽ പലതരത്തിൽ, അതായത് വലിയൊരു സുനാമി വരും, അല്ലെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് അല്ലാഹു ഇങ്ങനെ ഇറക്കും. അതല്ല അതിന്റെ ഉദ്ദേശം. മറിച്ച് ഓരോ കുടുംബത്തിലും മരണം സംഭവിക്കുക എന്നുള്ളത് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസീബത്താണ്, അല്ലെ? ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആപത്താണത്, അവർക്കൊരു വിഷമമാണ്, സങ്കടമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മരണം സംഭവിക്കുക, ഒരു ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരിക, പ്രളയം വരിക, മരം വീണ് നമ്മുടെ വീട് പോവുക, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ തെന്നിപ്പോവുക, മറ്റൊരു വാഹനത്തേടി. ഇതൊക്കെ ആപത്തുകളാണ്, മുസീബത്തുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിലേക്ക് ഇറക്കുന്ന ഒരു ദിവസം എന്നാണ് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ മക്കയിൽ, പരിശുദ്ധ കഅബയുടെ ചാരത്ത് മഖാമു ഇബ്രാഹിം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ ആ ഒരു സ്ഥലമാണ്. അതിപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല്, അല്ലെ? ആ കല്ല് മഖാമു ഇബ്രാഹിം എന്ന പേരിൽ ഇന്ന് നമുക്ക് അവിടെ ചെറിയൊരു കുബ്ബ പോലെ കാണാൻ പറ്റും. ഹജ്ജിന് ഉംറക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോ ആ പരിശുദ്ധമായ ആ മഖാമു ഇബ്രാഹിമിന്റെ ചാരത്ത് വർഷങ്ങളായി പരിശുദ്ധമായ ദർസ് നടത്തിയ ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സ് എന്നാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ, അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരുപാട് മഹാന്മാരെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസമാകുമ്പോൾ ആകാശ ലോകത്ത് നിന്നും ഒരു മലക്കിനെ അയക്കുമെന്നാണ്. ആ മലക്ക് ഇങ്ങനെ ഒരുപാട് മുസീബാത്തുകളെ കൊണ്ടുവന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കും. അത് ഭൂമിയുടെ പല ഭാഗത്തും ഇങ്ങനെ അത് വലിയൊരു ചില മുസീബത്തുകളായി ഇങ്ങനെ വിതറുമെന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കുടുംബത്തിലെ മരണമാവാം, കാട്ടു തീയാവാം, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ആപത്താവാം, മുസീബത്താവാം. അത് ഉള്ളത് തന്നെയാണ്. അത് മഹാനവറുകൾ ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ ഒരു പ്രതിസന്ധി അല്ലാഹു തആല ഇറക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം.
എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, മക്കളെ പുറത്തിറക്കാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല, ഓഫീസിൽ പോകാൻ പാടില്ല, വാഹനം ഓടിക്കാൻ പാടില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. നമുക്കിന്ന് എന്തും ചെയ്യാം, ഏത് നല്ല കാര്യവും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു അഞ്ച് കാര്യം. ഒന്നാമത്തേത്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഇത് ഇന്നത്തെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ആയത്തുൽ കുർസി ഓതണം. ഏറ്റവും വലിയ കാവൽ അതല്ലേ? നമുക്ക് കാവൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം ആയത്തുൽ കുർസിയാണ്. അതിനെ കവച്ചു വെക്കാൻ വേറെ ഒന്നുമില്ല, അല്ലെ? എല്ലാ ഹമ്മിനെ തൊട്ടും എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ആയത്തുൽ കുർസി അത് ഏറ്റവും വലിയ മരുന്നാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതുക, പാരായണം ചെയ്യുക. അത് 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ഓതി നമ്മുടെ നെഞ്ചത്ത് നമ്മൾ തന്നെ ഓതി മന്ത്രിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ മന്ത്രിക്കുക. അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ അത് പ്രത്യേകമായി നമ്മൾ ഓതി വെക്കുക, ഒരു 3 പ്രാവശ്യമെങ്കിലും ഓതുക. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ 3 പ്രാവശ്യം പറയണേ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇത് എല്ലാ ഉമ്മമാരും മക്കളെ മഗ്രിബിന് ശേഷം എന്തായാലും ഈ 2 ദിക്റുകൾ, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി, അത് പറയുമ്പോൾ നല്ല കൃത്യമായിട്ട് പറയണം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മി, അങ്ങനെ ലാ യളുറു മഅസ്മി ഷൈഉൻ ഫിൽ അർദ് അങ്ങനെയൊന്നുമില്ല, കൃത്യമായി അക്ഷരസ്ഫുടതയോടെ പറയണം. നിങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ ആ ദിക്ർ, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും എന്തെല്ലാം ആപത്ത് മുസീബത്തുകൾ അള്ളാഹുവേ നീ നിശ്ചയിച്ചോ, അതൊക്കെ നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ വരുള്ളൂ. അള്ളാഹു നിന്റെ പേരുകൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, നിന്റെ നാമം കൊണ്ട് കാവൽ ചോദിക്കുകയാണ്. ഈ ഒരു ദിക്ർ പഠിച്ചു വെക്കുക. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അടുത്ത ദിക്ർ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ശർറുബലാ മുസീബത്തുകൾ, എന്തെല്ലാം ഇടങ്ങേറുകളുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ നിന്നോട്, അല്ലാഹുവേ നിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാഹ്. ഈ 2 ദിക്റും 3 പ്രാവശ്യം വീതം നമ്മൾ പറഞ്ഞ് നമ്മുടെ മക്കളെ നെഞ്ചത്തോ തലയിലോ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കണം. നമ്മൾ മന്ത്രിക്കണം, നമ്മുടെ മക്കളെ മന്ത്രിക്കണം. ആപത്തുകളെ തൊട്ടുള്ള, ഇന്നിപ്പോൾ ഏത് തരത്തിലാണ് മക്കൾക്ക് മുസീബത്തുകൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മുസീബത്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ 2 ദിക്റും നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അല്ലെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാലും മതി. ഇത് 3 വട്ടം പറയണം. ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട ദിക്റുകൾ, ഈ പറയപ്പെട്ട ഖുർആൻ ആയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുക, നമ്മുടെ നെഞ്ചത്ത് തൂതുക. നമുക്ക് വേറെ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നല്ലവണ്ണം ദ്വാരക അല്ലാഹുവേ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും എല്ലാ മുസീബത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് നല്ലവണ്ണം ദുആയും ചെയ്യാൻ മറന്നു പോവണ്ട. ഇതാണ് പരിശുദ്ധമായ സഫർ മാസം. ഈ സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് ഇന്ന് നമ്മൾ ഓതേണ്ട ഒരു 5ഓളം വരുന്ന ദിക്ർ ഔറാദുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ സഫർ മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇന്ന് സഫർ 28, നാളെ സഫർ 29. നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ അൽഹംദുലില്ലാഹ് നമ്മൾ എന്തിലേക്ക് കടക്കുന്നു? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടക്കുന്നു. മറ്റന്നാൾ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 1 ആയിരിക്കും. നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, നാളെ വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, വരുന്ന വെള്ളിയാഴ്ച സഫർ മാസം 30 പൂർത്തിയാക്കി പിന്നെ ശനിയാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ ഇൻഷാ അല്ലാഹ് നബിദിനം എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ നമുക്ക് റബീഉൽ അവ്വൽ എന്നാണെന്ന് കൃത്യമായിട്ട് നാളെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യവും മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. റബീഉൽ അവ്വൽ ആദ്യ വസന്തം, അല്ലേ? റബീഉൽ അവ്വൽ എന്ന പേരിന്റെ അർത്ഥം എന്താ? ആദ്യ വസന്തം. കറക്റ്റ് പേരാണത്, ആദ്യ വസന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നത് കൊണ്ടല്ലേ, നബിതങ്ങളെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഇറക്കാൻ അല്ലാഹ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ ലോകം മുഴുവനും അല്ലാഹ് പടച്ചത്. നബിതങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നില്ല എങ്കിൽ അല്ലാഹു തആല ഈ ലോകത്തെ തന്നെ പടക്കുമായിരുന്നില്ലെന്നാണ്.
നബി ഒരാൾ വരുന്നു, ആ ഒരു കാരണമാണ് ഈ ലോകം ഇങ്ങനെ അല്ലാഹു തആല സംവിധാനിക്കാനുള്ള കാരണം. ആ നബിതങ്ങൾ പോലും വഫാത്തായി. നബിതങ്ങൾ പോലും ഈ ഭൂമി ലോകത്തിന്റെ പുറംചട്ടയിൽ നമുക്ക് കാണാൻ പറ്റില്ല. നബിതങ്ങൾ പോലും മരണത്തിന് കീഴടങ്ങി, അല്ലേ? മരണം സംഭവിച്ചു, വഫാത്ത് സംഭവിച്ചു. അപ്പൊ എൻ്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന ഏത് സമയത്തും മരണം സംഭവിക്കാം. അതുകൊണ്ട് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ മുസ്ലിമായി നീ മരിപ്പിക്കണം, അല്ലാഹുവേ നീ ഞങ്ങളെ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം, മരിച്ചു കഴിഞ്ഞ് സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർക്കണേ അല്ലാ എന്ന് എപ്പോഴും നമ്മൾ ദ്വാരക്കണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരികയാണ്. റമളാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ്, സ്വർഗപ്രവേശനത്തിന്റെ മാസമാണ്. റജബ് 27 റജബ് മാസത്തിന് പ്രത്യേകതയുണ്ട്. അള്ളാന്റെ റസൂൽ ഇസ്രാഉം മിഅ്റാജും പോയ ഒരു വിശുദ്ധമായ മാസമാണ്. മുഹറം മാസം, അല്ലാഹുവേ മുഹറം 9, 10 ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ശഅബാൻ 15 ബറാഅത്ത് രാവ് കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ശഅബാൻ മാസം. അതുപോലെ ദുൽഹിജ്ജ മാസം അറഫ ദിവസത്തെ കൊണ്ടും ഹജ്ജിന്റെ അമലുകളെ കൊണ്ടും ബലിപെരുന്നാൾ കൊണ്ടും അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ചൊരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ശവ്വാൽ മാസം പെരുന്നാൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. റബീഉൽ അവ്വൽ പറയാനൊന്നുമില്ല, റബീഉൽ അവ്വൽ മാസത്തിന് പറയാനൊന്നുമില്ല. പക്ഷേ ഒരൊറ്റ കാര്യമേ റബീഉൽ അവ്വൽ മാസം പറയൂ. ആ കാര്യം കൊണ്ട് മറ്റു മാസങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠത നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നൊരു മാസമാണ്. റബീഉൽ അവ്വലിനാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്. ആ റസൂൽ ഈ ലോകത്തേക്ക് വന്നതുകൊണ്ടാണല്ലോ ലൈലത്തുൽ ഖദർ ഉണ്ടായത്, റമളാൻ ഉണ്ടായത്, റജബ് മാസം ഉണ്ടായത്, മുഹറം 9, 10 ഉണ്ടാകുന്നത്, അതുപോലെ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്, ബലിപെരുന്നാളും അറഫയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈ ലോകം തന്നെ ഉണ്ടാവാൻ കാരണം അല്ലാഹുവിന്റെ റസൂലാണല്ലോ. ആ റസൂൽ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹ് 1501 നബിദിനമാണ് നമ്മളിലേക്ക് വരിക. 1501 നബിദിനം. അല്ലാഹുവേ പടച്ചവനെ, 1500 നബിദിനമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചത്. ഈ വർഷം 1501, അതായത് 1501 വർഷമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ട്. കർന ബദലി റസൂലോം കി ഹോത്തി രഹി, ചാന്ദ് ബദലി കനിക്ലാ ഹമാരാ നബി. അല്ലാഹുവേ, എത്ര പറഞ്ഞാലും, എത്ര കണ്ടാലും, എത്ര പറഞ്ഞാലും, എത്ര പാടിയാലും, എത്ര എഴുതിയാലും, എത്ര ചിന്തിച്ചാലും, എത്ര കണ്ടാലും മതി വരാത്ത, കൊതി തീരാത്ത അനുരാഗമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് ഈ റബീഉൽ അവ്വൽ വരാൻ കാത്തു നിൽക്കേണ്ട, ഇന്ന് തൊട്ടേ തുടങ്ങുക. സന്തോഷമുണ്ടാവുക റബീഉൽ അവ്വൽ മാസം വരുന്നതിൽ. മൗലിദുകൾ സംഘടിപ്പിക്കുക. മൗലിദിന്റെ സദസ്സ് എവിടെയുണ്ടോ അവിടെ പോയിരിക്കുക. അവിടെ പോയിരിക്കുക. നബിതങ്ങളെ മനസ്സിൽ കാണുന്നത് പോലെ ആ നബിതങ്ങളുടെ മദ്ഹുകൾ പറയുക. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. അല്ലേ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ, ധാരാളം സ്വതക്ക കൊടുക്കണേ, ഇത്വാമു ഭക്ഷണം കൊടുക്കണേ. നബിതങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന എല്ലാ കാര്യവും ഈ റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യണേ. സുന്നത്തുകൾ ഹയാത്താക്കണേ, നബിതങ്ങളെ പറ്റി പറയണേ, പാടണേ, ചൊല്ലണേ സ്വലാത്ത്, ചൊല്ലണേ സ്വലാത്ത്. പറ്റുന്ന ദിവസം നോമ്പെടുക്കണേ. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാല് കൊണ്ട് കയറണം. ഭാര്യയെ കാണുമ്പോൾ സലാം പറയണം, ഭർത്താവിനെ കാണുമ്പോൾ സലാം പറയണം, മക്കളെ കാണുമ്പോൾ സലാം പറയണം, ഉമ്മ വാപ്പാമാർക്ക് വേണ്ടി ദുആരക്കണം. അല്ലേ? വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണം. പള്ളിയിൽ കയറുമ്പോൾ വലതുകാല്, വീട്ടിൽ കയറുമ്പോൾ വലതുകാല്, കടയിൽ കയറുമ്പോൾ വലതുകാല്, ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാല്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല്. തലമറക്കണേ, തലമറക്കണേ, ചെരുപ്പ് ധരിക്കണേ ബാത്റൂമിൽ കയറുമ്പോൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണേ.
വസ്ത്രം ധരിച്ചു കഴിഞ്ഞ അൽഹംദുലില്ലാ പറയണേ, വാഹനത്തിൽ കയറി കഴിഞ്ഞ അൽഹംദുലില്ലാ പറയണേ. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ എടുക്കാൻ, സുന്നത്തുകൾ ഹയാത്താക്കാൻ പറ്റിയ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ആവാൻ കാത്തിരിക്കണ്ടേ, ഇപ്പോഴേ തുടങ്ങിക്കോ. റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ, നിലാവ് കണ്ടു എന്ന് ഉറപ്പായാൽ ഉടൻ തന്നെ ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കണം. നാളെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടു, റബീഉൽ അവ്വൽ 1-ാം രാവാണ് എന്നറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1-ാം രാവ് മുതൽ റബീഉൽ അവ്വൽ 12 വരെ നമ്മുടെ ചാനലിൽ മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാ ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ മഗ്രിബിന് ശേഷമാണ് മജ്‌ലിസ് ഉള്ളത്, അന്ന് അപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇശാഇന് ശേഷം പങ്കെടുക്കാം. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം ഉള്ളത് ആ സമയത്ത് പങ്കെടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഇരുന്നിട്ട് എന്ത് ചെയ്യുക, മൗലിദ് ഓതുക. നമ്മുടെ ഭാര്യ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഭാര്യ മക്കൾ മതി, ഒരു ഹിക്കായത്തെങ്കിലും ഓതി നമ്മൾ എന്താ മൗലിദ് ഓതുക. അത് വലിയൊരു ബറക്കത്താണ്, അത് വലിയൊരു ഐശ്വര്യമാണ്. സൂറത്തുൽ കൗസർ ധാരാളമായിട്ട് ഓതും. നബിതങ്ങളെ പറ്റി പറയുന്ന സൂറത്താണ്. ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അത് ധാരാളമായിട്ട് ഓതുക. നബിതങ്ങളെ പറ്റി പുകഴ്ത്തി പറയുന്ന ആയത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുക. നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള, നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ധാരാളമായിട്ട് ചൊല്ലുക, ഓതുക. ധാരാളം ദുആരക്കുക, ദിക്റുകൾ പറയുക, തസ്ബീഹുകൾ പറയുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തെ വരവേൽക്കാം. നാളെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. അൽഹംദുലില്ലാ, ആ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരുന്നു. അല്ലാഹുവേ, ഈ റബീഉൽ അവ്വൽ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം തരണേ റഹ്മാനേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അറിയാവുന്ന സ്വലാത്ത്, ഇന്ന സ്വലാത്ത് എന്ന് പറയുന്നില്ല, അറിയാവുന്ന സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലി നല്ലവണ്ണം ദുആരക്കുക. ഒരുപാട് പേര് ദുആരക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ പറഞ്ഞ് ദുആവസിയത്ത് അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.